സൂക്ഷിച്ചു നോക്കണ്ട ഉണ്ണി, അത് ഞാനല്ല എന്ന് പറയുന്നില്ല. എത്ര സൂക്ഷിച്ചു നോക്കിയാലും അത് ഞാൻ തന്നെയാണ്. ഏതാണ്ട് 3 വർഷം മുമ്പ് ഇതേ ചാനലിൽ ഒരു വീഡിയോ ആർട്ടിക്കിൾ ചെയ്തിരുന്നു. എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും എന്നെ അത്ഭുതപ്പെടുത്തിയ പിണറായി സർക്കാരിൻ്റെ 10 പൊൻതൂവലുകളെക്കുറിച്ചായിരുന്നു അത്. പലരും അതിനെ കുറ്റം പറഞ്ഞെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായമില്ലാതെ പിണറായി ചെയ്ത ആ 10 പദ്ധതികൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ആ വീഡിയോയുടെ പ്രധാന ഭാഗം ഒന്ന് കണ്ടിട്ട് ബാക്കി പറയാം. എന്നെ അത്ഭുതപ്പെടുത്തിയ 10 പദ്ധതികൾ ഈ പിണറായി സർക്കാർ ചെയ്തിട്ടുണ്ട്. അതിലൊന്നിൻ്റെ ഗുണഭോക്താവ് കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ആ പദ്ധതിയെക്കുറിച്ച് എനിക്ക് വാദോരാതെ സംസാരിക്കേണ്ടി വരുന്നത്. കേരളത്തിൽ 10 റെയിൽവേ മേൽപ്പാലങ്ങൾ കഴിഞ്ഞ മാസം പിണറായി വിജയൻ സർക്കാർ നിർമ്മാണോദ്ഘാടനം നടത്തുകയുണ്ടായി. അതിലൊന്ന് കരുനാഗപ്പള്ളിയിൽ നിന്നും മൈനാഗപ്പള്ളിയിലേക്ക് വരുന്ന എൻ്റെ നാട്ടുകാർ കൂടി ഉപകാരപ്പെടുന്ന മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലമാണ്. സ്വാഭാവികമായും റെയിൽവേ മേൽപ്പാലം എന്ന് കണ്ടപ്പോൾ തന്നെ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി അല്ലാതെ കേരളത്തിന് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. 281 കോടി 66 ലക്ഷം രൂപ മുതൽ മുടക്കി കേരളത്തിൽ നിർമ്മിക്കുന്ന 10 റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് കേന്ദ്രം 1 രൂപ പോലും നൽകുന്നില്ല. അത് പൂർണ്ണമായും കിഫ്ബിയിൽ നിന്നും കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. കിഫ്ബി എന്നത് സ്വാഭാവികമായും മലയാളികൾ കേരള സർക്കാരിന് നൽകുന്ന വായ്പയാണ്. എങ്കിലും 1 രൂപ പോലും കേന്ദ്ര സർക്കാരിൻ്റെ സഹായമില്ലാതെ 10 റെയിൽവേ മേൽപ്പാലങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം ഒരു അത്ഭുതമായി തന്നെയാണ് ഞാനതിനെ കാണുന്നത്. പക്ഷേ അതും സപ്ലൈകോ, ജനകീയ ഹോട്ടൽ, കെ റൈസ്, കെ ഫോൺ, കെ റെയിൽ, കെ പെൻഷൻ, കെ ചികിത്സാ സഹായം പോലെ നമ്മൾ പൊതുജനത്തിൻ്റെ തലയിലിട്ട മറ്റൊരു കെ തട്ടിപ്പായിരുന്നു എന്നത് കഴിഞ്ഞയാഴ്ച അതിൽ പൂർത്തിയായ ഒരു പാലത്തിലൂടെ സഞ്ചരിക്കേണ്ടെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കെ തട്ടിപ്പ് എന്നാൽ കേരള കിഫ്ബി തട്ടിപ്പ്. ഗുരുവായൂരിൽ നിന്ന് തിരുനാവായ വഴി മാഹിയിലേക്കുള്ള യാത്രയിൽ എവിടെയോ വെച്ചാണ് ഞാൻ ഈ പാലം ക്രോസ് ചെയ്തത്. സത്യം പറഞ്ഞാൽ പാലം കടന്നത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഒരു ബൈ റോഡിൽ ഒരാൾ വാഹനം തടഞ്ഞു നിർത്തി ഒരു രസീതെടുത്ത് നീട്ടിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. നിങ്ങൾ ഈ കാണുന്നതാണ് അയാൾ എൻ്റെ കയ്യിൽ തന്ന രസീത്. സംഭവം ടോൾ പിരിവാണ്. കേന്ദ്ര ഗവൺമെൻറ് രാജ്യമാകെ മികച്ച 6ഉം 8ഉം വരി പാതകളും ഫ്ലൈ ഓവറുകളും ബൈപ്പാസുകളും നിർമ്മിച്ച് യാത്ര സുഗമമാക്കുന്നതിന് ടോൾ പിരിക്കുന്നതിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന അതേ LDF സർക്കാരിൻ്റെ സ്വന്തം കെ ടോൾ. 7 രൂപ 50 പൈസയുടെ ഈ രസീത് തന്നപ്പോൾ നൽകിയ 10 രൂപയ്ക്ക് ബാക്കി നൽകിയത് 2 രൂപ മാത്രം. 50 പൈസ അവിടെയും വിഴുങ്ങി. മുൻപ് 50 പൈസയ്ക്ക് പകരം പാലിയേക്കൽ ടോൾ ബൂത്തിൽ മിഠായി നൽകിയപ്പോൾ ഇതേ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാക്കിയ കോലാഹലവും ഞാൻ വെറുതെ ഓർത്തുപോയി. ഇവിടെ മിഠായിയുമില്ല, ബാക്കി തരാൻ ചില്ലറയില്ലെന്ന ഒരു മറുപടി പോലുമില്ല. വേഗം പൊക്കോ എന്നൊരു ആജ്ഞയാണ് ഉണ്ടായത്. ഒരു കാര്യം കൂടി ഉറപ്പിച്ച് തന്നെ പറയാം, അതൊരിക്കലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരല്ല. മേൽപ്പാലം ഉണ്ടാക്കിയ കമ്പനിക്ക് വേണ്ടി ഗുണ്ടാപ്പെരിയോട് നിൽക്കുന്ന ഏതോ ജോലി ലഭിച്ച കമ്മിക്കുട്ടിയാണ്. ഇതാണ് തട്ടിപ്പിൻ്റെ കേരളം. ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും ആരെങ്കിലും ഒരു വാർത്തയെങ്കിലും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടേയില്ല. അങ്ങനെ കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ബോക്സിൽ പറയാം, തിരുത്താം. അവർക്ക് എന്തുമാകാം, പക്ഷേ മറ്റുള്ളവർക്ക് ഒന്നും പാടില്ല. ഇവർ പഠിപ്പിച്ചു കളയും. പറഞ്ഞു വന്നത്, എനിക്കും ഗുണം കിട്ടിയെന്ന് വീമ്പ് പറഞ്ഞ് പിണറായി പുകഴ്ത്തിയ ആ 10 മേൽപ്പാലങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് നികുതി കൂടാതെ വീണ്ടും പണം വാങ്ങി നിർമ്മിച്ചതാണ്. എന്നിട്ട് അതേ പദ്ധതികളുടെ ക്രെഡിറ്റ് എടുക്കാനുള്ള പരസ്യത്തിൻ്റെ പണവും നമ്മുടെ നികുതി പണത്തിൽ നിന്ന് തന്നെ ചെലവഴിക്കും. അപാരമായ തൊലിക്കെട്ടി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം വീതം ഏതെങ്കിലും തരത്തിൽ കിട്ടുന്ന അടിമക്കൂട്ടങ്ങൾ ഉള്ളതുകൊണ്ട് അവർ ഇനിയും എത്ര കാലം വേണമെങ്കിലും കേരളത്തിൽ പിടിച്ചു നിൽക്കും. പാവം ജനം കഴുതകളായി തുടരുകയും ചെയ്യും. എൻ്റെ നാട്ടിലെ കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റൂട്ടിൽ മാളിയേക്കൽ മേൽപ്പാലം കഴിയുമ്പോൾ വീമ്പ് പറയുന്ന എൻ്റെ കമ്മ്യൂണിസ്റ്റ് കൂട്ടുകാരും ഇതേ പിരിവ് കൊടുക്കേണ്ടി വരും എന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഈ വീഡിയോ. പക്ഷേ അപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, മലയാളികൾ ഇപ്പോഴും കുറ്റം പറയുന്ന നരേന്ദ്രമോദി നമ്മുടെ കയ്യിൽ നിന്ന് ടോളൊന്നും വാങ്ങാതെ കേരളത്തിൽ മാത്രം കഴിഞ്ഞ 10 വർഷം നിർമ്മാണം പൂർത്തിയാക്കിയത് 27 റെയിൽവേ മേൽപ്പാലങ്ങളാണ്. ഇനിയും നിർമ്മിക്കാൻ പണം അനുവദിച്ച് കഴിഞ്ഞ മാസം നരേന്ദ്രമോദി ഉദ്ഘാടനം നടത്തിയത് 35 റെയിൽവേ മേൽപ്പാലങ്ങളും അണ്ടർപാസുകളും കൂടിയാണ്. തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ, ഗുരുവായൂർ, തരൂർ, മുണ്ടൂർ എന്നിവിടങ്ങളിലാണെങ്കിൽ എറണാകുളം ജില്ലയിൽ വടുതല, അങ്കമാലി, ആലപ്പുഴയിൽ തൃപ്പക്കുളം, വാതുകുളങ്ങര, കവല, കാക്കനാട്, കോട്ടയത്ത് കുരിക്കാട്, മുട്ടുച്ചിറ, ആദിത്യപുരം, കോതനല്ലൂർ, കല്ലറ, നാലുകോട്, ചെങ്ങന്നൂർ, കായംകുളം, തിരുവല്ല, കൊല്ലം ജില്ലയിൽ കൃഷ്ണപുരം, ഓച്ചിറ, ചിറ്റുമൂല, കരുനാഗപ്പള്ളി, മൈനാഗപ്പള്ളി, കല്ലുംതാഴം, പോളയത്തോട്, SN കോളേജ്, കൂട്ടിക്കട, തിരുവനന്തപുരം പരിധിയിൽ പരവൂർ, ഇടവ, അഴൂർ, മാർത്താണ്ഡം, നാഗർകോവിൽ, പുന്നമൂട് എന്നീ 35 റെയിൽവേ മേൽപ്പാലങ്ങളാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നിന്ന് ഈ ഫെബ്രുവരി 26-ന് അതിനെക്കുറിച്ച് ചെയ്ത വീഡിയോ കൂടി കാണുക. നീണ്ട കേരള യാത്രയിൽ ഇതുപോലെ കണ്ട പലതുമുണ്ട് പറയാൻ.
അടുത്ത വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.